ഇതുവഴിയല്ലേ? പാമ്പും പഴുതാര കുറേ സാധനമുണ്ട്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് മീൻ, ഒരു മീനുണ്ട്. ഇതെന്ത് മീനാണ്? ഇത് കറുപ്പ്, പള്ളത്തി, ചെമ്പല്ലി, കട്ല. ഇതെന്ത് മീനാണ്? എന്നെ മാത്രം കാണാത്ത മീൻ. ഇതിൻ്റെ അകത്ത് കുറേ ഗപ്പിയുണ്ട്, വരാപ്പയ്മ, എന്താണ്ടൊക്കെ മീനൊക്കെ ഉണ്ട്. ആൾക്കാരെ പറ്റിക്കാനായിട്ട് നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മുടെ അക്കുറത്തിരുന്ന ഗോൾഡ് ഫിഷ് ഉണ്ട്, കാർപ്പുണ്ട്, സാരിവാലുണ്ട്, ഏഞ്ചൽ ഫിഷ് ഉണ്ട്, മയില് 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 കൂടൊക്കെ വെറുതെ കിടക്കണം. കൂട്ടിലൊന്നും ഒന്നുമില്ല. കോഴി വളർത്തും സാധനമൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. ഇത് രാജവെമ്പാല. കമോൺ, രാജവെമ്പാല ഉണ്ട് ആണ് പറയണത്. മച്ചു രാജവെമ്പാല ഉണ്ട് ട്ടാ. രാജവെമ്പാല ആളൊട്ടും ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു. ഈ പാമ്പിനൊക്കെ ഇതിന്റെ അകത്തൂടി പോവാൻ പറ്റൂലേ? ഇത് മൂർഖനാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഒതുങ്ങി. എന്നൊരു വ്യൂ കിട്ടുന്നില്ല ആളുടെ. കജുബായി മീമാറ്റി കിട്ടിട്ട് ആളെ കിട്ടുന്നുണ്ട്. ആള് കുറച്ച് സൈസാണ് കേട്ടോ. കാണാൻ പറ്റുന്നില്ല ആളെ. ഉറുക്കനല്ല, രാജവെമ്പാല. അടുത്ത സിൽവർ ഫെസന്റ്. സിൽവർ ഫെസന്റ്. ഇതാണ് സിൽവർ ഫെസന്റ്. കോഴിയത്? കോഴി ഒളിച്ചല്ല. നെസ്റ്റ് പരിന്ത. അതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ. കാലിക്കൂടാണ്ടാ, ഇല്ലാത്ത ആരുമില്ല. കിഡ്സ് കോർണർ. മലമ്പാമ്പ്. ആളെ അനങ്ങാണ്ട് കിടക്കണം. എന്താണ്ടൊക്കെ രാവിലെ അടിച്ച് കയറ്റിയിട്ട് കിടക്കണം. അത്യാവശ്യം സൈസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഓംസ്ഥലം. കുഴപ്പമൊന്നുമില്ല. വേറെ ഇവിടെ മൈക്രോബയോളജി ലബോറട്ടറി ഉണ്ട്. പിന്നെ കിഡ്സ് കോർണർ ഉണ്ട്. വേറെ കാണാനായിട്ടെന്ന് പറഞ്ഞൊരു മൂങ്ങയുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ. മലമ്പാവിന്റെ പൊക്കത്തിൽ ആളിരിക്കണമെങ്കിൽ കുരങ്ങൻ. കൊടുക്കാൻ പോയാണ്. ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അക്വേറിയം, ഫീൽ ഏരിയ, ബ്ലേഡ് മോണിറ്ററി, അങ്ങനെ ഇനി കുറച്ച് കാട്ടിലൂടെയുള്ളൊരു യാത്ര.
ഇവിടെയൊക്കെ നിറയെ മെഡിക്കൽ പ്ലാന്റ്സ് ആണ്. ഡെമോ ഗാർഡൻ. കുരങ്ങൻ ചക്ക തിന്നാൻ പോകുന്നു. കുരങ്ങൻ ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു വാലുണ്ട് പുറകിൽ. സ്പോട്ട് ചെയ്ത് ആള്. ഇവിടെ മൊത്തം ചെടിയാ. അരണമരം 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 ഉണ്ട്. ആര്യവേപ്പ്. കൊച്ചുഫുണ്ട. ഇതിൻ്റെ അകത്ത് തലയിട്ടാണ് തിന്നണത്. ചുണ്ടാപ്പി. ചക്കട നമുക്കും താടേ. ഒരല്ലി അപ്പച്ചനും താടാ. അകത്ത് വായിട്ട് തിന്നാണ്. അപ്പൊ വേറൊരുത്തൻ അപ്പുറത്തിരുന്ന് വാല് കടിക്കുന്നു. സ്ഥലമൊക്കെ കൊള്ളാം. ഇവിടെ കുറച്ച് ചെടികളാണ്. കറക്റ്റ് കുറേ ഉണ്ട്. കുറെ തയ്യൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെടിയാണെന്ന്. കാടും മെട്ടും കാട്ടുമൃഗങ്ങളും. മങ്കാട്, ഇല്ലിക്കാട്. അവിടെ നിന്ന് നേരെ വരുമ്പോൾ കാണും. ഇതിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകുന്നു തോന്നുന്നു. അതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്ന ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അതാണ് തട്ടേക്കാട് പാലം. ഒരു തോണി അവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആരാരില്ല. ഇവിടെയൊക്കെ സാധാരണ ഈ സമയത്ത് മഴക്കാലത്തൊക്കെ വെള്ളം വരേണ്ടതാണ്. പക്ഷെ ഇവിടെയൊന്നും ഒരു വെള്ളവും ഇല്ല. അങ്ങോട്ട് കണക്ഷൻ ആണെന്ന് തോന്നുന്നത്. സിംഹവാല അല്ലല്ലോ കേട്ടോ, എന്തോ മരയണ്ണാനാണെന്ന് തോന്നുന്നുണ്ട്. കാണാൻ പറ്റൂലെന്ന് തോന്നുന്നു. ചെറുതായിട്ട് വാല് കാണാലോ. അതിൻ്റെ ഉള്ളിൽ സാധനമുണ്ട്. ഇപ്പഴം എന്തോ ആണ് മരം. ഉള്ളിൽ ആളുണ്ട്. ഉള്ളിൽ ഒളിച്ചിരിക്കണേ. ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ. ബോട്ടൊക്കെ ഇരിക്കണം. പെഡൽ ബോട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ അതേ രണ്ട് ചെറിയ വെള്ളം ഇരിക്കുന്നുണ്ട്. തട്ടേക്കാട് ബേർഡ് സെഞ്ചുറിയാണ് നമ്മുടെ സ്പോട്ട്. കറക്റ്റ് പറയാനാണെങ്കിൽ കോതമംഗലത്ത് നിന്ന് നേരെ തട്ടേക്കാട്. ഈ വഴി നമുക്ക് മാമലക്കണ്ടമൊക്കെ പോവാം. മാമലക്കണ്ടം വഴി. ഇത് ഇയാളിതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? കുറേ നേരമല്ല ബ്രോ. ബട്ടർഫ്ലൈ ഗാർഡൻ. ചേച്ചി ബട്ടർഫ്ലൈ ഗാർഡൻ. മുള വെച്ച് കൂടാരം ഉണ്ടാക്കി വെച്ചേക്കണേ. കിളിക്കൂട് പോലെ. ഈ അടക്ക കീരിയൊക്കെ കൂട് പോലെ ഉണ്ടാക്കി ചെയ്യണം. അടക്കാക്കൂട്. ഇവിടെയൊക്കെ ഓരോരോ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഞാൻ അതിൻ്റെ അകത്തേക്ക് പോവാം. ബട്ടർഫ്ലൈ മ്യൂസിയം. ബട്ടർഫ്ലൈ മഞ്ഞക്കളർ പക്കി പറഞ്ഞുകൊണ്ട് പക്ഷികളുടെ വിഭജന കേന്ദ്രം. ഇതാണ് നക്ഷത്രവനം. സ്റ്റാർ ട്രീസ്. ബട്ടർഫ്ലൈ പാർക്ക്. ആദ്യമേ ബട്ടർഫ്ലൈ പാർക്കിൽ പോവാം. ബട്ടർഫ്ലൈയുടെ കല്ലി കുത്തി വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. ഇതാണ് കൃഷ്ണശലഭം. ബ്ലൂ മോറോൺ.
എന്തോ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കാണാൻ പറ്റണില്ല. ചെറിയ ചെറിയ നീല കളറിൽ അത്യാവശ്യം ചെറിയ ചെറിയ ഇതൊക്കെയുണ്ട്. ഈ വെള്ളം ക്ലീൻ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ കളർ ഇങ്ങനെയൊക്കെയുണ്ട്. അലങ്കാര മത്സ്യങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടി ഒന്നും പോകാൻ പറ്റില്ല. അതെ, ബട്ടർഫ്ലൈ മ്യൂസിയം, ഒരു ഡോറ്. ഇത് ഓരോരോ ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറയണാണ്. പുഡിങ് ആദ്യം ഇതായിട്ട് ഇതോ അതെല്ലാവർക്കും അറിയാല്ല. തേനീച്ച, എട്ടുകാലി, മൈഗ്രേഷൻ, പാർട്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, പാർട്സസ് ഓഫ് ബട്ടർഫ്ലൈ. ഓരോരോരോരോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ചെയിൻ. Come on guys. ഇതാണ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ത്രസലഭം. എവിടെയൊക്കെ പറന്ന് തട്ടേക്കാട് സെക്ഷൻ വൈൽഡ് ലൈഫ് ഡിവിഷൻ. അതൊന്നുമില്ല. Guys, നമ്മളിപ്പോൾ കണ്ടത് മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണതാണ്. ആകെ മൊത്തം നമുക്കായത് രണ്ടടൽത്തിന് വന്നത് 30, 60. പിന്നെ വെഹിക്കിൾ പാർക്കിങ് അല്ല, ഒരു അഡൽത്തിന് 61 രൂപ എന്ന് തോന്നുന്നു കേട്ടോ. 60, 120 പ്ലസ് 10. ഇത് പിന്നെ GSTയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആകെ മൊത്തം 144 രൂപയാണ് ആയത്. 144 രൂപക്ക് നമുക്ക് രാജവെമ്പാലിനെ, മലമ്പാമ്പിനെ, 2-3 പക്കീനെ കാണാൻ പറ്റി. കുറച്ച് മുളക്കാട്. ഓക്കെ, തട്ടേക്കാട്. സി യു അനദർ വീഡിയോ. നമുക്കിവിടെ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഓക്കെ.